സ്നേഹം. ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം. ആഴമറിയാത്തൊരലയാഴിപ്പോ കാന്തി പകരുന്ന പകലെന്നപ്പോ ഒരു നാടുമലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം. ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം. ആഴമറിയാത്തൊരലയാഴിപ്പോ കാന്തി പകരുന്ന പകലെന്നപ്പോ മകര പുലർക്കാല മഞ്ഞെന്ന പോ എങ്ങു നിന്നോ എന്നുമെൻ ചാരയെത്തും മിന്നാമിനുങ്ങിന്റെ പൊന്നെന്ന പോ താരാഗണം പോ തെളിനീർക്കണം പോ വരമായി വിളങ്ങും സ്നേഹം നിത്യസ്നേഹം. ഒരു നാളുമലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം. ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം. പാപാന്ധകാരത്തെ പാടെ അകറ്റും പൂവൽ നിലാവിൻ വിരുന്നെന്ന പോ മനസ്സിന്റെ വേനൽ തടത്തിലേക്കെത്തും പിന്തിരിഞ്ഞൊഴുകാത്ത പുഴയെന്ന പോ സൂര്യാങ്കുരം പോ പൂർണാംബരം പോ വചനത്തിൻ വഴിയിൽ എന്നെ നയിക്കും സ്നേഹം നിത്യസ്നേഹം. ഒരു നാളുമലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം. ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം. ആഴമറിയാത്തൊരലയാഴിപ്പോ കാന്തി പകരുന്ന പകലെന്നപ്പോ ഒരു നാടുമലിയാത്തൊരനുഭൂതിയേകുന്ന സ്നേഹം. ഓ സർവം ക്ഷമിക്കുന്നൊരലിവാർന്ന നിൻ ദിവ്യ സ്നേഹം. ആഴ
ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാ അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ. സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ. സഹനം ചേർത്തിടാം പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയുടർപ്പിച്ചിടാം ഈയൾ താരയിൽ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാ അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തന്നിലെ പൗരോഹിത്യ ദൈവങ്ങളെ തിരിച്ചറിഞ്ഞ അദ്ദേഹം സെമിനാരി പഠനത്തിനായി 1999 കോട്ടപ്പുറം രൂപത സെന്റ് ഫ്രാൻസിസ് അസേസി മൈനർ സെമിനാരിയിൽ ചേർന്നു. ഗോതുരത്ത് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2, തുരുത്തിപ്പുറം സെന്റ് പീറ്റേഴ്സ് കോളേജ്, സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ ഡീക്കൺ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. തന്റെ രൂപീകരണ കാലയളവിൽ നിത്യപൗരോഹിത്യത്തിൽ പങ്കുചേർന്ന പദവിയിൽ തന്റെ പ്രഥമ തിരുബലിയർപ്പണത്തിനായി തന്റെ മാതൃദേവാലയത്തിലെ ബലിവേദിയിൽ അണയുമ്പോൾ പൂവണിയുന്നത് വർഷങ്ങൾ നീണ്ട ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിത ഗണമേ, നിങ്ങളും പ്രാർത്ഥിക്കുന്നു.
ഇന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുദിനമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രൻ വൈദികനായി ആദ്യത്തെ ബലി അർപ്പിക്കുന്നു. ഫാദർ വിനിനോടത്ത് മറ്റ് 6 സഹപാഠികളും വൈദികരായവരുടെ ഉണ്ട്. നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപേ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ വൈദികനായിരുന്നു. വിന്നന് നിർബന്ധമായിരുന്നു ഒരു സീനിയർ പ്രീസ്റ്റ് ഈ കുർബാനയ്ക്ക് ആമുഖമായി 2 വാക്ക് പറയണമെന്ന്. എന്നിലും സീനിയേഴ്സ് ഇവിടെയുണ്ട്. ഇവിടുത്തെ വികാരി ഫാദർ ഡോമിനിക്, അല്ലെങ്കിൽ പഴയ വികാരി ഫാദർ ജോർജ്, അവരെല്ലാം എന്നിൽ 4 വർഷം സീനിയേഴ്സാണ്. എങ്കിലും കുടുംബത്തിലെ ഒരു ബന്ധമായതുകൊണ്ട് ഞാൻ ആ ചുമതല ഏറ്റെടുത്തു. നിങ്ങൾ ഒരുപാട് ഒരുങ്ങി പ്രാർത്ഥിച്ച് വൈദികരായി. ഇത് അവസാനമാണെന്ന് കരുതരുത്, ജീവിതത്തിൻ്റെ ആരംഭമാണ്. സാക്ഷാൽ ജീവിതം, യഥാർത്ഥ ജീവിതം, പഠിച്ച തത്വശാസ്ത്രവും ദൈവശാസ്ത്രമൊക്കെ വിട്ട് ജീവിതശാസ്ത്രത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നമ്മുടെ യോഗ്യത കൊണ്ടോ അർഹത കൊണ്ടോ അല്ല നമ്മളൊക്കെ വൈദികരായത്, മറിച്ച് ദൈവം അത് ആഗ്രഹിച്ചു. ഓർക്കുക, ഈ പൗരോഹിത്യം നിങ്ങളെ സംബന്ധിച്ചോ ഒരു വൈദികനെ സംബന്ധിച്ചോ ഇതൊരു അലങ്കാരമായിട്ട് മാറരുത്, അഹങ്കാരമായിട്ട് മാറരുത്, മറിച്ച് അഭിമാനമായിട്ട് മാറണം. അഹങ്കാരവും അലങ്കാരവുമായിട്ടെടുത്താൽ ക്രിസ്തീയത നഷ്ടപ്പെടും. നമ്മൾ യേശുവിന് വേണ്ടി ജീവിതം ബലികഴിക്കുവാൻ, സേവിക്കുവാൻ കടപ്പെട്ടവരാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണെന്ന്. എൻ്റെ ഈ കൊച്ചനുജന്മാരോട് 7 പേരോടും പുതുമയാർന്ന സന്ദേശമല്ല, പക്ഷേ പുതുമയാർന്ന ഈ നിമിഷത്തിൽ പഴയ, എന്നും പുതുമ നശിക്കാത്ത ആ സന്ദേശം തരികയാണ്. നിങ്ങളും ഓർക്കുക, നിങ്ങൾ വൈദികരായിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനാണ്. ഞാനിത് പറയുന്നത്, ഇന്നലെയും കൂടി കുറെ ലേയ്മൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇപ്പോഴത്തെ ആളുകൾ അച്ഛനായി കഴിഞ്ഞാൽ എന്തോ രാജാവ് ചക്രവർത്തിയായി, പിന്നെ ഇടവകയിലൊക്കെ വന്നാൽ ഞങ്ങളെ കണക്കിലെടുക്കാറില്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഞങ്ങളോട് കൽപ്പിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ അവരുടെ മനോഭാവം തികച്ചും വ്യത്യസ്തമാണെന്ന്. എൻ്റെ കുഞ്ഞനുജന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മൾ കൽപ്പിക്കുവാനോ അനുസരിപ്പിക്കുവാനോ അല്ല വൈദികരായിരിക്കുന്നത്. നാം നമ്മുടെ ജനത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എങ്കിൽ, നമ്മൾ കൽപ്പിക്കാതെ, നമ്മൾ അനുസരിപ്പിക്കാതെ, അവർ അനുസരിക്കും, നമ്മെ സ്നേഹിക്കും, നമ്മെ ബഹുമാനിക്കും, നമ്മെ അംഗീകരിക്കും. അവിടെ രണ്ടിനും മധ്യേ യാതൊരു പ്രശ്നമുണ്ടാകുകയില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. പൗരോഹിത്യം ഇപ്പൊ നിങ്ങൾ 7 പേർ, നിങ്ങൾ എന്തോയൊക്കെ പഠിച്ച് യോഗ്യത കൊണ്ട് നേടിയെടുത്തതല്ല, മറിച്ച് ദാനമായിട്ട് ലഭിച്ചതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് അഹങ്കാരമായിരിക്കരുത്, അലങ്കാരമായിരിക്കരുത്, അഭിമാനമായിരിക്കണം. ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനമായിട്ടുള്ളൊരു നിധിയാണ്. എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത്ര മൂല്യമുള്ള ഒരു നിധിയാണ്. പക്ഷെ ഓർക്കുക, പൗലോസ് പറഞ്ഞതുപോലെ ഈ നിധി നമ്മൾ കൊണ്ടു നടക്കുന്നത് മൺപാത്രങ്ങളിലാണ്.
എപ്പോഴാണ് മൺപാത്രം പൊട്ടുന്നത്, ഏത് സാഹചര്യത്തിലാണ് അതിന് വിള്ളൽ വീഴുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ല. എൻ്റെ 41ാമത്തെ വർഷമാണിത്. ഇപ്പോഴും വൈദികനായിരിക്കുന്നത് എൻ്റെ പഠിപ്പ് കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തട്ടിമുട്ടിയും അങ്ങ് മുന്നോട്ട് പോകുന്നു, നമ്മുടെ യോഗ്യതയല്ല. കാരണം പൗലോസ് അത് അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഈ നിധി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നാമാവുന്ന മൺപാത്രത്തിലാണ്. ആ മൺപാത്രത്തെ പൊട്ടിക്കാതെ തകരാതെ, ഏത് സാഹചര്യമായാലും അവിടെ തകരാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാവും, നിർവൃതിയുണ്ടാവും. ഈ ജനത്തെ സ്നേഹിച്ചു എന്നും സേവിച്ചു എന്നുമുള്ള ബോധ്യത്തിൽ നിന്നുള്ള സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാകും. ഈ ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, വൈദികരായി മുന്നോട്ട് പോകുന്നു എങ്കിൽ നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥന, സ്നേഹം, സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ ഇവരെ 7 പേരെയും ഒരുപാട് കാര്യത്തിൽ സ്വീകരിച്ചു. ഈ മാസം 15-ാം തീയതി വരെ ഇവരെല്ലാവരും എവിടെ പോയാലും പുത്തൻ കുർബാനയായിരിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞനുജന്മാരോട് പറയുകയാണ്, പൗരോഹിത്യ ജീവിതം ഇതായിരിക്കില്ല. ഇതൊരു മധുബുദ്ധ കാലമാണ്, വിവാഹത്തിൻ്റെ ആദ്യകാലം പോലെ. നിങ്ങളിപ്പോൾ എവിടെ ചെന്നാലും, നിങ്ങൾ അങ്കിളിൻ്റെ ഇടവയിൽ ചെന്നാൽ, ആൻറ്റിയുടെ ഇടവയിൽ ചെന്നാൽ, പെങ്ങളെ കെട്ടിച്ച ഇടവയിൽ ചെന്നാൽ, ചേട്ടൻ വിവാഹം കഴിച്ച ആ ചേച്ചിയുടെ ഇടവയിൽ ചെന്നാൽ നിങ്ങൾക്കെല്ലാം പുത്തൻ കുർബാനയായിരിക്കും. ഞാനും 41 വർഷത്തിന് മുമ്പ് ഒരുപാട് പുത്തൻ കുർബാന ചൊല്ലി പോയതാണ്. പക്ഷെ അതല്ല ജീവിതം. പിന്നീട് ആരും അറിയുകയില്ല നമ്മളെ. നമ്മൾ വല്ല മരണത്തിനോ വിവാഹത്തിനോ ഒക്കെ ആയിരിക്കും. ആവശ്യം വരുമ്പോൾ ബന്ധുക്കൾ നമ്മളെ അന്വേഷിച്ചു വരും. ഇന്നത്തെ അനുഭവം ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഈ മാസം 15-ാം തീയതിയോടുകൂടി തീരുന്നു എന്ന് നിങ്ങൾ കരുതണം. എന്നിട്ട് മുന്നോട്ട് നോക്കുക. യഥാർത്ഥ ജീവിതം ആളുകളില്ല എങ്കിലും നമ്മോട് ഉണ്ടാകേണ്ടത് യേശുവിൻ്റെ ചൈതന്യമാണ്. ആ യേശു വിളിച്ചിട്ടാണ് നിങ്ങൾ വൈദികരായിരിക്കുന്നത്. മറ്റ് കാർമ്മികരായ ഞങ്ങളും വൈദികരായിരിക്കുന്നത് യേശു വിളിച്ചിട്ടാണ്. കുടുംബത്തിൻ്റെ യോഗ്യതയോ മാതാപിതാക്കന്മാരുടെ സമൂഹത്തിലുള്ള നിലയോ നമ്മുടെ പഠിപ്പിൻ്റെ ഗാംഭീര്യമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ വൈദികരായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞനുജന്മാരെ, നിങ്ങളെ ദൈവം നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കൂടിയിരിക്കുന്ന നിങ്ങളുടെയും ഉദ്ദേശം, ഈ ദിവ്യയിൽ പങ്കുകൊള്ളുന്ന നിങ്ങളുടെ ഉദ്ദേശം, ഈ വൈദികർ 7 പേർ നല്ല വൈദികരായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ജനങ്ങൾക്ക് ബഹുമാനിക്കാൻ തോന്നുന്ന വൈദികരായിട്ട് മാറുവാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ദിവ്യയിൽ ഈ നിയോഗത്തിൽ സമർപ്പിക്കുവാനായി നമ്മുടെ ഓരോരുത്തരിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൺപാത്രങ്ങളായ നമ്മൾ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ വൈദികർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. മാവദീസ മുതൽ നമുക്ക് ഒരുപാട് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും മൺപാത്രങ്ങളാണ്. അതിന് പൊട്ടൽ വീണിട്ടുണ്ടാവും, അടന്നു പോയിട്ടുണ്ടാവും. എങ്കിൽ അതിന് ദൈവത്തോട് മാപ്പും പൊറുതിയും യാചിക്കേണ്ട സമയമാണ്. ഓർക്കുക, യേശു പാപിയെ തേടി വന്ന ആളാണ്, ശിക്ഷിക്കാനല്ല, രക്ഷിക്കാൻ. നമ്മുടെ അയോഗ്യതയിലും തെറ്റുകുറ്റത്തിലും നമ്മെ സ്നേഹിക്കുന്നു. അതുമാത്രമല്ല, നമ്മെ നയിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു, അനുഗ്രഹിക്കുന്നു, നന്മയിലേക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവത്തോട് സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട്, തമ്പുരാനെ തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണമേ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, അങ്ങ് ഞങ്ങളെ അയോഗ്യതയിൽ നിന്ന് യോഗ്യതയിലേക്ക് നയിക്കണമേ എന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന്, തെറ്റായ വഴിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് നയിക്കണമേ എന്ന്, മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് മരിക്കാത്ത അവസ്ഥയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭക്തിയോടെ
ഈ ദിവ്യബലി സമർപ്പിക്കാം. സഹോദരരേ, ഈ ദിവ്യരഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ചേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താൽ പ്രവൃത്തിയാൽ ഉപേക്ഷയാൽ എന്റെ വലിയ പിഴ സഹോദരങ്ങളോടും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo, ven,
പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ യോഗ്യതകളാലല്ല, അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ അങ്ങയുടെ കുടുംബത്തെ നയിക്കുവാൻ എന്നെ അങ്ങ് കൽപ്പിച്ചയച്ചത്. അങ്ങയുടെ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം അനുഷ്ഠിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ പ്രസാദവരത്താൽ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സഭയ്ക്ക് വിശ്വസ്ത സേവനം ചെയ്യുന്നതിനും അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് അർഹനായി തീരുന്നതിനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അധ്യായം 5, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പ്രതിവചനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. പ്രതിവചനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പ്രതിവചനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. പ്രതിവചനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. രണ്ടാം വായന.
വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 9 മുതൽ 11 വരെയും 12 മുതൽ 13 വരെയും 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷാമപൂർണമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ചും നൽകിയ സാക്ഷ്യത്തെ പ്രതിയും പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യവും അന്ത്യവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവനുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ.